നമസ്കാരം സുഹൃത്തുക്കളെ. എൻ്റെ ഒരു സുഹൃത്ത് ഒരു സ്ക്രീൻഷോട്ട് മെസ്സേജ് ചെയ്തു തന്നു. അത് അരുന്ധതി റോയിയുടെ ഒരു പ്രസ്താവനയായിരുന്നു. ഞാനതിന് റിപ്ലൈ ഒന്നും ചെയ്തില്ല. ഇങ്ങനെ ഒരു സ്മൈലി ഇട്ട് കൊടുത്തു. കാരണം അദ്ദേഹം ഒരു ഇടത് കക്ഷ കവിയും ചിന്തകനുമൊക്കെ ആയതുകൊണ്ട് അദ്ദേഹത്തോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് നന്നായി അറിയുന്നതുകൊണ്ടും ഞാനൊന്നും പറഞ്ഞില്ല. ആ ഒരു പ്രസ്താവനയുടെ ഉള്ളടക്കം ഇതാണ്: പാകിസ്ഥാനും ഇന്ത്യയും യുദ്ധത്തിലല്ല, പക്ഷേ അവരുടെ സർക്കാരുകളാണ് യുദ്ധം ചെയ്യുന്നത്. അവരുടെ ബിസിനസ് സമൂഹങ്ങളും സിനിമാ വ്യവസായങ്ങളും ജനങ്ങളും പരസ്പരം പോരടിക്കുന്നില്ല. അത് ശരി, എന്നാൽ പിന്നെ എല്ലാവരും കൂടെ വല്ല കഠാരയോ അരിവാളോ ഒക്കെ എടുത്തിട്ട് വെട്ടിക്കൊല്ലാൻ ഇറങ്ങാം. ഈ യുദ്ധം യഥാർത്ഥത്തിൽ ഇരുവശത്തുമുള്ള ഭരണവർഗം സൃഷ്ടിച്ച ഒരു നാടകമാണ്. ഇത് ഭയത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഗുണം നേടുന്നു. ദാരിദ്ര്യത്തിൽ നിന്നും അസമത്വത്തിൽ നിന്നും സർക്കാർ പരാജയങ്ങളിൽ നിന്നും അതിക്രമങ്ങളിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നതിനായി ഇന്ത്യയിലും പാകിസ്ഥാനിലെയും ഉന്നതർ ദേശീയതയും കശ്മീർ പ്രശ്നവും സജീവമായി നിലനിർത്തുന്നു. ആരാണ് ഈ കശ്മീർ പ്രശ്നം സജീവമായി UN എത്തിച്ചത്? ഇവർ ഈ പറയുന്ന മതേതരനും വിശ്വപൗരനും സോഷ്യലിസ്റ്റും ഭയങ്കര സംഭവമൊക്കെ ആയ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ഡൈനാസ്റ്റിയുടെ, ഈ കോൺഗ്രസ് നെഹ്റു ഗാന്ധി കുടുംബ ഡൈനാസ്റ്റിയുടെ യജമാനനായ ഉടമസ്ഥനായിട്ടുള്ള ആ വിശ്വപൗരനായ നെഹ്റു അല്ലേ ഈ നമ്മുടെ കശ്മീർ പ്രശ്നം UN എത്തിച്ചത്? അല്ലെങ്കിൽ അന്നേ തീരേണ്ടതാണ്. പട്ടേലിനെ വിട്ടിരുന്നെങ്കിൽ അന്നേ പരിഹരിക്കേണ്ടതാണ്. ആർക്കൊക്കെയോ വേണ്ടി 370 ഒരു വകുപ്പ് ഉണ്ടാക്കി കൊടുത്ത് സ്വയം ഭരണം കൊടുത്ത് കശ്മീരിനെ ഇങ്ങനെ വഷളാക്കിയത് നെഹ്റുവാണ്. 3 തരം. അപ്പോൾ എന്നിട്ട് പറയുകയാണ് ഇത് സർക്കാരുകൾ തമ്മിൽ മാത്രമേ ഉള്ളൂ, ജനങ്ങൾ തമ്മിലില്ല എന്ന്. പാകിസ്ഥാനിലെ ജനങ്ങളുടെ ജീവവായു എന്ന് പറയുന്നത് ഇന്ത്യ വിരുദ്ധതയാണ്. എന്നെങ്കിലും ഒരിക്കൽ ഇന്ത്യയിലെ ഹിന്ദുക്കളെ മുഴുവനും കൊന്നു കളഞ്ഞിട്ടോ മതം മാറ്റിയിട്ടോ ഇവിടെ ഒരു വിശുദ്ധ യുദ്ധം നടത്തി ജിഹാദ് നടത്തി ഒരു സാമ്രാജ്യം അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക ഉമ്മ ഉണ്ടാക്കാം എന്ന് വെച്ചിട്ടാണ് ആ ജനത ജീവിക്കുന്നത് തന്നെ എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓരോ വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും പാകിസ്ഥാൻ നമ്മളെ ഈ ഭാരതത്തെ കീഴടക്കും എന്നുള്ള പ്രത്യാശയോടെ ജീവിക്കുന്ന ഇന്ത്യ വിരുദ്ധരായ, ഇന്ത്യയോട് ശത്രുതയുള്ള ഒരു ജനതയാണ് പാകിസ്ഥാനിലുള്ളത്. അതുപോട്ടെ, കശ്മീരിലോ? ഇപ്പോഴും കാശ്മീരിൽ ആ ഭീകരരെ നമുക്ക് പിടികിട്ടിയിട്ടില്ല. ബങ്കറുകളിൽ ഭക്ഷണമൊക്കെ കഴിച്ച് അവർ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് തദ്ദേശീയരുടെ സഹായം കൊണ്ടല്ലാതെ ആ ഭീകരർക്ക് പറ്റുമോ? അപ്പോൾ തദ്ദേശീയ ജനതയിൽ പാകിസ്ഥാനെ സഹായിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ ജനതകൾ തമ്മിലല്ലേ യുദ്ധത്തിൽ? ഇന്ത്യൻ ജനതയെ നശിപ്പിക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ ജീവിക്കുന്ന പാകിസ്ഥാൻ ജനതയല്ലേ ഇതിനൊക്കെയും കാരണം? പാകിസ്ഥാൻ ജനതയെ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് വോട്ട് നേടി സർക്കാർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ സർക്കാരുകളുടെ അല്ലെങ്കിൽ ആ രാഷ്ട്രീയക്കാരുടെ ഉദ്ദേശം എന്നുള്ളതുമുണ്ട്. പക്ഷേ ആ ജനത വിദ്യാഭ്യാസം നേടുകയോ ലോക പുരോഗതി മനസ്സിലാക്കുകയോ ഇന്ത്യ എന്താണെന്ന് മനസ്സിലാക്കുകയോ ഒന്നും ചെയ്യാത്തത് കൊണ്ട് അവിടുത്തെ ന്യൂനപക്ഷത്തിലെ ബാലികമാരെ, ശൈശവത്തിലും ബാല്യത്തിലുമുള്ള പെൺകുട്ടികളെ മതം മാറ്റിക്കൊണ്ടുപോലും അവർ ജിഹാദ് നടത്തുന്ന ആ സംസ്കാരമുള്ള പ്രാകൃത വർഗമാണ് ഇപ്പോഴും പാകിസ്ഥാനിലെ ജനത എന്ന് പറയുന്നത്. അപ്പൊ ആ ജനത ഉത്തരവാദിയല്ല എന്നാണ് ഈ അരുന്ധതി റോയ് പറയുന്നത്. ആരാണ് ഈ അരുന്ധതി റോയ് എന്ന് പറയുന്നത്? നമുക്കറിയാം, ബുക്കർ പ്രൈസ് നേടിയ എഴുത്തുകാരിയാണ് ഈ അരുന്ധതി റോയ്. ഇവരുടെ ഈ രാഷ്ട്രീയ അസ്തിത്വം എന്താണ്? ഇക്കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറയാനുള്ള രാഷ്ട്രീയ അസ്തിത്വം എന്താണ് അരുന്ധതി റോയ്ക്ക്? ഈ ബുക്കർ പ്രൈസ് ഉണ്ടാക്കിക്കൊടുത്ത ആരൊക്കെയോ ഇവരെ ഒരു ടൂളായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് സത്യം. ആരുടെയൊക്കെയോ ടൂൾ കിറ്റുകൾക്ക് ഇങ്ങനെ അനുസൃതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബിംബം, അന്താരാഷ്ട്ര ബിംബം മാത്രമാണ് ഈ അരുന്ധതി റോയ്. അവർ 2010 ഒരു ഇന്ത്യ വിരുദ്ധ പ്രസ്താവന നടത്തി, പ്രസംഗം നടത്തി ഒരു കേസൊക്കെ ഉണ്ടായിട്ടുണ്ട്.
അന്ന് അവർ വേദി പങ്കിട്ടത് കശ്മീരി ഭീകരരായ ആന്റി ഇന്ത്യ ആക്ടിവിസ്റ്റുകളായിട്ടുള്ള സയ്യിദ് ആലിഷ ഗിലാനി, സയ്യിദ് അബ്ദുൾ റഹ്മാൻ ഗിലാനി, ഷെയ്ഖ് ഷൗക്കത്ത് ഹുസൈൻ തുടങ്ങിയവരുമായിട്ടാണ്. അന്നവർ പറഞ്ഞത് കശ്മീർ ഇന്ത്യയുടെ ഭാഗമേ അല്ല, ആയിരുന്നില്ല, സൈനിക നീക്കത്തിലൂടെ പിടിച്ചടക്കിയതാണ് എന്നുള്ള പച്ചയ്ക്കുള്ള ഇന്ത്യ വിരുദ്ധ പ്രസ്താവന നടത്തിയിട്ടാണ് ഇന്ത്യൻ പൗരയായി ഇന്നും അവർ ലോകത്തിന് മുമ്പിൽ ഞെളിഞ്ഞു നിൽക്കുന്നത്. ഇതിനൊക്കെയും കാരണം ഇന്ത്യക്കുള്ളിലെ ഒരു വിഭാഗമാണ്. ഇത്തരം ആൾക്കാരെയൊക്കെ ബിംബങ്ങളാക്കിക്കൊണ്ട് ലിബറലുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ടല്ലോ ഇവിടെ, അവരാണ് ഇത്തരം ഇന്ത്യ വിരുദ്ധതയൊക്കെയും വളർത്തുന്നത്. അത്തരം ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്തരം ബിംബങ്ങൾ പിഴച്ചു പോകുന്നത്, അതായത് ജീവിച്ചു പോകുന്നത്. ഇപ്പോൾ ജോൺ ദയാൽ എന്ന് പറയുന്ന ഒരു ആക്ടിവിസ്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, യുദ്ധമല്ല വേണ്ടത്, പാകിസ്ഥാനെ ബുദ്ധിമുട്ടിക്കരുത്, അതാണ് ചുരുക്കം. ആരും പാകിസ്ഥാനെ ബുദ്ധിമുട്ടിക്കരുത്, പാകിസ്ഥാൻ അങ്ങനെ ജീവിച്ചു പോട്ടെ, എപ്പോഴും നമുക്കൊരു ശത്രുരാജ്യം ഉണ്ടാവണം, നമ്മളെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കണം, പക്ഷെ നമ്മളൊന്നും ചെയ്യരുത്. പഴയ ഗാന്ധിസം ഓർമ്മയില്ലേ? ഗാന്ധി പറഞ്ഞത് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ വന്ന് ഹിന്ദുക്കളെ കൊല്ലാൻ ശ്രമിച്ചാൽ പോലും കഴുത്ത് നീട്ടിക്കൊടുക്കുക, അന്തസ്സായിട്ട് മരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ അവർക്ക് മനസ്സിലാവുന്നു. എന്ത് മനസ്സിലാവാൻ? ഉണ്ടായ കാലം മുതല് വാളും ബലാത്സംഗവും കൊണ്ട് രാജ്യങ്ങൾ പിടിച്ചടക്കിയിട്ടുള്ള ആ മതത്തിന് എന്ത് മനസ്സിലാവുമെന്നാണോ ഈ ഗാന്ധി പറഞ്ഞത്? ആർക്കറിയാം. എന്നിട്ട് ഗാന്ധി അതിന്റെ കൂട്ടത്തില് ഹേ റാം എന്ന് പറഞ്ഞുകൊണ്ടാണ് മരിച്ചത് എന്നുള്ള ഒരു കഥയും നമ്മൾ കേട്ടിട്ടുണ്ട്. ആ രാമനെ പറ്റിയോ? രാമരാജ്യം സ്ഥാപിക്കാൻ നടന്ന ഗാന്ധിയുടെ വാല് മോഷ്ടിച്ച ഒരു ഡൈനാസ്റ്റിയുടെ രാജകുമാരൻ, യുവരാജാവ്, ഇപ്പോൾ വിദേശങ്ങളിൽ പോയിട്ട് പ്രസംഗിക്കുന്നത് എന്താണ്? രാമൻ വെറും മിത്താണ്. ഭാരതീയരുടെ മര്യാദ പുരുഷോത്തമനായ എന്താ പറയാ, ഐഡിയൽ ആയിട്ടുള്ള ഭരണാധികാരിയായിട്ടുള്ള രാമൻ വെറും മിത്താണ് എന്നാണ് നമ്മുടെ ഇവിടുത്തെ ഇറ്റാലിയൻ രാജകുമാരൻ പോയിട്ട് പുറം രാജ്യങ്ങളിൽ പ്രസംഗിച്ച് നടക്കുന്നത്. അപ്പോൾ ഇത്തരം ബഹുമുഖ പ്രതിഭകളെ കൊണ്ട് ഈ ഭാരതം വളരെയേറെ സമ്പന്നമാണ്. വേറെ ഒരു രാജ്യത്തിനും ഇല്ലാത്ത ഒരു പരമഭാഗ്യമാണത്. ഈ ഭാരതീയതയോട്, സനാതന ധർമ്മത്തോട്, ഇവിടുത്തെ പൈതൃകത്തോട് ഒക്കെയും വിരോധമുള്ള ഒരു വലിയ വിഭാഗത്തെ ഈ രാജ്യത്ത് സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ മുഗളന്മാരുടെയും ബ്രിട്ടീഷുകാരുടെയും ഒക്കെ മഹാവിജയം തന്നെയാണ്. എന്നാലും ഇത്രയൊക്കെയും ഈ ഭാരതീയത മനസ്സിൽ കൊണ്ട് നടക്കുന്നവർ ബാക്കിയുണ്ടല്ലോ എന്നുള്ളത് തന്നെ ഒരു സമാധാനവും തന്നെയാണ്. എന്തായാലും അരുന്ധതി റോയിയെ പോലെയും ജോൺ ദയാലിനെ പോലെയും ഒക്കെ ഉള്ളവർ എത്ര യുദ്ധം വേണ്ട എന്ന് പറഞ്ഞാലും യുദ്ധം നടക്കുക തന്നെ ചെയ്യും. അത് വളരെ പെട്ടെന്നുള്ള ഒരു തിരിച്ചടിയായിക്കൊള്ളണം എന്നില്ല. പക്ഷേ പാകിസ്ഥാന് വേണ്ടത് കൊടുക്കാനുള്ളത് ഇവിടെ നല്ല പൗരുഷമുള്ള ഭരണാധികാരികൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ജോൺ ദയാലും അരുന്ധതി റോയിയും അതുപോലെയുള്ള പഴം വിഴുങ്ങി ഇവിടെ കേരളത്തിലുണ്ടല്ലോ കുറെ സാംസ്കാരിക നായകർ, അവരും ഒക്കെ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. രാഷ്ട്രായ സ്വഹ ഇദം നമഃ.